ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായ ചേതേയദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ.
ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം 87-ാം അധ്യായം 36-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. 36 മുതൽ. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ 87-തമോऽധ്യായഃ. ശ്രുതയ ഊജുഃ. സതൈദമുത്ഥിതം സദിതി ചേന്നനു തർക്കഹതം വ്യഭിചരതി ക്വച ക്വച മൃഷാ ന തഥോ ഭജയുക് വ്യവഹൃതയേ വികൽപ ഇഷിതോന്ധപരംപരയാ ഭ്രമയതി ഭാരതീത ഉരുവൃത്തിവിരുക്തജഡാൻ നയതിദമഗ്ര ആസന ഭവിഷ്യതോ നിധനാത് അനുമിതമന്തരാ ത്വയി വിഭാതി മൃഷൈകരസേ അത ഉപമീയത്തെ ദ്രവിണജാതി വികൽപപദൈഃ വിതതമനോവിലാസം ഹൃതമിത്യവയന്ത്യബുധാഃ സയദജയാ ത്വജാം അനുസയീത ഗുണാംശ്ച ജുഷन् ഭജതി സ്വരൂപതാം തദനു മൃത്യുമപേത ഭഗഃ ത്വമുദജഹാസി താം അഹിരിവ ത്വചമാത്ത ഭഗോ മഹസി മഹീയസേഷ്ടഗുണിതേ പരിമേയ ഭഗഃ യദി ന സമുദ്ധരന്തി യതയോ ഹൃദി കാമജടാഃ ദുരധിഗമോ സതാം ഹൃദി ഗതോ സ്മൃതകണ്ഡമണിഃ അസുതൃപയോഗിനാം ഉഭയതോപ്യസുഖം ഭഗവൻ അനപഗതാന്തകാത് അനധിരൂഢപദാത് ഭവതഃ ത്വദവഗമീന വ്യക്തി ഭവദുക്തശുഭാശുഭയോർ ഗുണവിഗുണാന്വയാൻ തർഹി ദേഹഭൃതാം ച ഗിരഃ അനുയുഗമന്വഹം സഗുണ ഗീതപരമ്പരയാ ശ്രവണഭൃതോ യതസ്ത്വമപവർഗഗതിർമനുജൈഃ ദ്യുപദയയേവ തേന യയുരന്തമനന്തതയാ ത്വമപ്രിയതന്തരാണ്ഡനിചയാ നനു സാവരണാഃ കൈവരജാംസി പാന്തി വയസാ സഹ യത്ശ്രുതയഃ ത്വയി ഫലന്ത്യതന്നിരസനേന ഭവന്നിധനാഃ. ശ്രീഭഗവാനുവാച ഇത്യേതദ് ബ്രഹ്മണഃ പുത്രാഃ ആശ്രിത്യാത്മാനുശാസനം സനന്ദനമദാനർച്ചുഃ സിദ്ധാ ജ്ഞാത്വാത്മനോ ഗതിം ഇത്യശേഷ സമാംനായ പുരാണോപനിഷദ്രസഃ സമുദ്രതഃ പൂർവജാതൈഃ വ്യോമയാനൈർമഹാത്മഭിഃ ത്വം ചൈതദ് ബ്രഹ്മധായാത ശ്രദ്ധയാത്മാനുശാസനം ധാരയൻ ചരഗാം കാമം കാമാനാം ഭർജനം നൃണാം. ശ്രീശുക ഉവാച ഏവം സർഷിണാദിഷ്ടം ഗൃഹീത്വാ ശ്രദ്ധയാത്മവാൻ പൂർണ്ണശ്രുതധരോ രാജൻ ആഹ വീരവ്രതോ മുനിഃ. നാരദ ഉവാച നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ അമലകീർത്തയേ യോ ധത്തേ സർവഭൂതാനാം അഭവായ ഉശതീഃ കലാഃ. ഇത്യാദ്യം ഋഷിമാനമ്യ തച്ഛിഷ്യാംശ്ച മഹാത്മനഃ തതോ ഗാദാശ്രമം സാക്ഷാത് പിതുർദ്വൈപായനസ്യ മേ സഭാജിതോ ഭഗവതാ കൃതാസനപരിഗ്രഹഃ. തസ്മൈ തദ്വർണയാമാസ നാരായണമുഖാത് ശ്രുതം ഇത്യേതദ്വർണിതം രാജൻ യന്നഃ പ്രശ്നകൃതസ്ത്വയാ യഥാ ബ്രഹ്മണ്യനിർദ്ദേശേ നിർഗുണേപി മനശ്ചരേത് യോസ്യോൽപ്രേക്ഷക ആദിമദ്യനിധനെ യോ വ്യക്തജീവേശ്വരോ യസൃഷ്ട്വേദമനുപ്രവിശ്യ ഋഷിണാ ചക്രേ പുരഃശാസ്തിതാഃ യം സമ്പദ്യ ജഹാത്യജാം അനുശയി സുപ്തകുലായം യദാ തം കൈവല്യനിരസ്തയോനിമഭയം ധ്യായേതജസ്രം ഹരിം. ഹരി ഓം. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം
ദശമസ്കന്ധേ ഉത്തരാർദ്ധേ നാരദ-നാരായണ സംവാദേ വേദസ്തുതിർ നാമ സപ്താശീതിതമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. നാരായണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവതജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ശ്രുതിഗീത അതിൻ്റെ അവസാന ഭാഗത്താണ് നമ്മൾ. രാവിലെ 39ാമത്തെ ശ്ലോകമാണ് കണ്ടത്. അപ്പോൾ 39ാമത്തെ ശ്ലോകം ഹൃദയത്തിലുള്ള കാമജടകളെ അഥവാ ആഗ്രഹങ്ങളെ, വാസനകളെ ക്ഷയിപ്പിക്കാതെ, നശിപ്പിക്കാതെ എല്ലാവരുടെയും ഉള്ളിലുള്ളവനാണെങ്കിലും സർവാന്തര്യാമിയാണ്, എല്ലാവരുടെയും ഹൃദയാന്തര ഭാഗത്ത് ആത്മസ്വരൂപനായി പ്രകാശിക്കുന്നവനാണെങ്കിലും അസത്തുക്കളായ ആളുകൾക്ക് ഭഗവാൻ ദുരധിഗമനായിരിക്കുന്നു. അസ്മൃത കണ്ഠമണി പോലെ കഴുത്തിലെ ധരിച്ചിരിക്കുന്നതായിട്ടുള്ള രത്നം വിസ്മരിച്ച് അതിനെ പുറത്ത് തെരയുന്ന മൂഢജനങ്ങളെപ്പോലെ, ബഹിർമുഖരെ പോലെ എല്ലാവരുടെയും ഹൃദയത്തിൽ ആത്മാവായിരിക്കുന്ന ഭഗവാനെ ഈ യതികൾ എന്ന് പറയുന്നവർ പോലും അവരുടെ ഹൃദയത്തിലുള്ള കാമജടകൾ കാരണം കാണുന്നില്ല, ദുരധിഗമനായിരിക്കുന്നു. അതുകൊണ്ട് പുറത്ത് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള അസുതൃപ യോഗികളാണ് അല്ലേ, പ്രാണനെ അഥവാ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരായ അങ്ങനെയുള്ളവർക്ക് ഈ ലോകസുഖവുമില്ല, പരലോകസുഖവും ഇല്ല. അവർ മിഥ്യാചാരന്മാരാണ്. ഈ ലോകത്തിലും അവർക്ക് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്കായി കൊണ്ട് പ്രയത്നിക്കാനും ആവുന്നില്ല. അവർക്ക് ആത്മജ്ഞാനമെന്ന ആത്യന്തികമായിട്ടുള്ള ശ്രേയസ്സും ഇല്ല. അങ്ങനെ അവർ ഒരു ശപിക്കപ്പെട്ടവരെ പോലെ ആവുന്നു. അസതാം ഹൃദിഗതഃ അപി ദുരധിഗമഃ. അസത്തുക്കളുടെ ഹൃദയത്തിലുള്ളവനാണെങ്കിലും അങ്ങ് ദുരധിഗമനായിരിക്കുന്നു. അസ്മൃത കണ്ഠമണിയെപ്പോലെ ഭവിക്കുന്നു. അസുതൃപയോഗികളായിട്ടുള്ളവർക്ക് ഉഭയതഃ അപി അസുഖം ഭവതി. രണ്ട് ലോകത്തും അഥവാ ഭൗതിക ലോകത്തിലും അവർക്ക് സുഖമില്ല. യമനെ ഭയപ്പെട്ടുകൊണ്ട് കഴിയുന്നു അവർ. അതുപോലെ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ കഴിയാത്തതുകൊണ്ട് അനതിരൂഢ പദാത് ഭവതഃ, അങ്ങയുടെ പദത്തെ അതിരൂഢം ചെയ്യാത്തത് കൊണ്ട്, അധ്യാരോഹണം ചെയ്യാത്തത് കൊണ്ട് ആ വിഷമവും അനുഭവിക്കുന്നു. ഉഭയഭ്രഷ്ടന്മാരായി കഴിയുന്നു അല്ലേ. രണ്ട് ലോകത്തിൽ നിന്നും ഭ്രഷ്ടന്മാരായി കഴിയുന്നു അങ്ങനെയുള്ളവർ എന്ന് പറയാം. എന്നാൽ അങ്ങയുടെ ഭക്തന്മാർ, അതുപോലെ ശുദ്ധരായിട്ടുള്ള ശുദ്ധഹൃദയത്തോടു കൂടിയവരായ സജ്ജനങ്ങൾ അങ്ങയെ പ്രാപിക്കുന്നു. അവർ എല്ലാറ്റിനും അതീതരായിത്തീരുന്നു. കർമ്മപാശങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല, പുണ്യപാപങ്ങളാൽ ബാധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് 40ാം ശ്ലോകത്തിലെ വിഷയം. ത്വദവഗമീന വേത്തി ഭവദുത്ഥശുഭാശുഭയോർ ഗുണവിഗുണാന്വയാൻ തർഹി ദേഹഭൃതാം ച ഗിരഃ
അനുയുഗമന്വഹം സഗുണഗീതപരമ്പരയാ ശ്രവണഭൃതോ യതസ്ത്വമപവർഗഗതിർമനുജൈഃ ത്വദവഗമീന വേത്തി ഭവദുക്തശുഭാശുഭയോർ ഗുണവിഗുണാന്വയാൻ തർഹി ദേഹഭൃതാം ച ഗിരഃ അനുയുഗമന്വഹം സഗുണഗീതപരമ്പരയാ ശ്രവണഭൃതോ യതസ്ത്വമപവർഗഗതിർമനുജൈഃ. മൂന്നാമത്തെ വരിയിലൊരു സഗുണ എന്നത് ഒരു സ്പേസ് ഇടേണ്ടതാണ്, സംബോധനയാണ്. ഹേ സഗുണ, അല്ലയോ സഗുണനായിരിക്കുന്നവനെ, ഭഗവൻ എന്ന് തന്നെ അർത്ഥം. അല്ലയോ ഭഗവൻ, സഗുണം എന്ന് പറഞ്ഞാൽ ഭഗങ്ങളോടുകൂടിയവൻ, ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം മുതലായ ഗുണങ്ങൾ തികഞ്ഞിരിക്കുന്നവൻ, എണ്ണിയാൽ തീരാത്ത അനന്ത കല്യാണ ഗുണങ്ങളോടുകൂടിയവൻ. ഭഗവാൻ സഗുണനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെല്ലാം എണ്ണിത്തീർക്കാനൊന്നും പറ്റില്ല. അതിൻ്റെ ഒരു സാമാന്യമായിട്ട് പ്രധാനമായവയെ എടുത്തു പറഞ്ഞതാണ് 6 ഭഗങ്ങളെന്ന്. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം മുതലായത് പ്രാധാന്യേന എടുത്തുദ്ധരിച്ചതാണ്. അല്ലാതെ അതോടുകൂടി തീർന്നു എന്നല്ല. ഈ 6 ഗുണങ്ങളെ ഉള്ളൂ ഭഗവാന് എന്ന് പരിമിതപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. അത് ഏറ്റവും പ്രാധാന്യേന മനസ്സിലാക്കേണ്ട ഗുണങ്ങളാണ്. പിന്നെയും എണ്ണിയാലൊടുങ്ങാത്ത അനന്ത കല്യാണ ഗുണങ്ങളോടുകൂടിയവനാണ് ഭഗവാൻ. അതാണ് ഭഗവാൻ ഇവിടെ സഗുണ എന്ന് തന്നെ വിളിക്കുന്നത്. ഗുണങ്ങളോടുകൂടിയവനെ, സഗുണനായിരിക്കുന്നവനെ, അനന്ത കല്യാണ ഗുണമൂർത്തിയായിരിക്കുന്ന ഹേ ഭഗവൻ. ത്വദവഗമീ, ത്വദവഗമീ എന്ന് പറഞ്ഞാൽ അങ്ങയെ അവഗമിച്ചവൻ. ആരാണോ അങ്ങയെ അറിയുന്നവൻ, അങ്ങയെ വേണ്ട പോലെ അറിഞ്ഞവൻ, അങ്ങയുടെ തത്വം അറിഞ്ഞവൻ, ഒരു ജ്ഞാനി എന്നർത്ഥം. അങ്ങയെ ശരിക്കും അറിഞ്ഞതായിട്ടുള്ള ഒരാൾ. ഭവദുത്ഥ ശുഭാശുഭയോഹോ ഗുണവിഗുണാന്വയാൻ ന വേത്തി. ഭവദുത്ഥ ശുഭാശുഭയോഹോ, ഭവദുത്ഥം എന്ന് പറഞ്ഞാൽ അങ്ങയിൽ നിന്ന് ഉത്ഭവിച്ചത്, അല്ലെങ്കിൽ അങ്ങ് ഹേതുവായിട്ട് ആവിർഭവിച്ചതായിട്ടുള്ള ശുഭം അശുഭം, പുണ്യം പാപം എന്ന് പറഞ്ഞാൽ ഇവിടെ വേദങ്ങളിൽ പുണ്യപാപങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇന്നിന്ന കർമ്മങ്ങൾ നിഷിദ്ധ കർമ്മങ്ങളാണ്, പാപകർമ്മങ്ങളാണ്. ഇന്ന കർമ്മങ്ങൾ പുണ്യകർമ്മങ്ങളാണ്, ചെയ്യേണ്ട കർമ്മങ്ങളാണ്, സത്കർമ്മങ്ങളാണ് എന്നൊക്കെ വിധിച്ചിട്ടുണ്ട്. അപ്പോൾ വേദങ്ങളിൽ നിന്ന് ഈ പുണ്യപാപ കർമ്മങ്ങളെ നമുക്ക് തിരിച്ചറിയാം. ആ വേദങ്ങൾ ആരിൽ നിന്നുണ്ടായതാണ്? ഭവദുത്തം, ഭഗവാനിൽ നിന്ന് തന്നെ ഉണ്ടായത് എന്നാ പറയാം. ഭഗവാന്റെ നിർദ്ദേശങ്ങളാണ്, ഭഗവാന്റെ ആജ്ഞകളാണ് ഈ വിധി നിഷേധങ്ങൾ. അപ്പോൾ വേദരൂപത്തിലാണ് ഭഗവാൻ ഈ ലോകത്തിന് വിധി നിഷേധങ്ങളെ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതാണ് അവിടെ ഭവദുത്ത ശുഭാശുഭയോഹോ ഗുണവിഗുണാന്വയാൻ ന വേത്തി. ഗുണവിഗുണങ്ങളുടെ അന്വയങ്ങളെ, ഗുണമെന്നാൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ അനുകൂലമായിട്ടുള്ള ഫലം, സുഖം മുതലായത്. വിഗുണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിപരീത ഭാവം, ദുഃഖം ഉണ്ടാക്കുന്നത്, പ്രതികൂലമായിരിക്കുന്നത്.
അപ്പോൾ അതിൻ്റെ ആനുകൂല്യ പ്രാതികൂല്യ അന്വയങ്ങൾ എന്ന് പറഞ്ഞാൽ പരമ്പരകൾ, അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നതെല്ലാം. അപ്പോൾ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഡൂസ് ആൻഡ് ഡോൺസ്, വിധികളും നിഷേധങ്ങളും ആരാണോ അനുസരിക്കുന്നത് അവർക്ക്, വിധികൾ അനുസരിക്കുന്നവർക്ക് ഗുണം അഥവാ സുഖവും, നിഷേധങ്ങളെ അരുത് എന്ന് പറഞ്ഞിരിക്കുന്നതിനെ ആരാണോ ധിക്കരിച്ചുകൊണ്ട് ചെയ്യുന്നത് അവർക്ക് അതിൻ്റെ വിഗുണങ്ങൾ അഥവാ പ്രാതികൂല്യ ഭാവങ്ങൾ അഥവാ ദുഃഖങ്ങളും പരമ്പരയാ ഉണ്ടാകുന്നു. അത് സംശയമില്ല. പക്ഷേ അങ്ങയെ അറിയുന്നവർ ത്വദവഗമീ, അങ്ങയുടെ തത്വം അറിഞ്ഞു കഴിഞ്ഞതായിട്ടുള്ള ആളുകൾക്ക് ഇത് നവേത്തി, അവരിത് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതവരെ ബാധിക്കുന്നില്ല എന്ന് താല്പര്യം. പുണ്യപാപങ്ങൾ ആരെ ബാധിക്കുന്നില്ല? ഈ ഭഗവത് തത്വം സാക്ഷാത്കരിച്ചിരിക്കുന്ന മഹാപുരുഷന്മാരെ പുണ്യപാപങ്ങൾ ബാധിക്കുന്നില്ല. അവർ വിധിനിഷേധങ്ങൾക്ക് അതീതരാണ്. വേദങ്ങളിൽ ഇന്നത് വിധിച്ചിട്ടുണ്ട്, അത് ചെയ്യുന്നില്ല ഈ പറഞ്ഞ മഹാത്മാക്കൾ, ജ്ഞാനികൾ. അതുകൊണ്ട് അവർക്ക് പാപമുണ്ടാകും. വേദത്തിൽ നിഷേധിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവർ ചെയ്യുന്നു, അതുകൊണ്ട് അവർക്ക് പാപമുണ്ടാകും. അല്ലെങ്കിൽ വേദത്തിൽ ചെയ്ത ഇന്ന കാര്യം അവർ നന്നായി ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് അവർക്ക് പുണ്യമുണ്ടാകും, ആ പുണ്യത്തിന്റെ ഫലമായ സുഖം അവരനുഭവിക്കും എന്നൊന്നും പറഞ്ഞാൽ ഈ മഹാത്മാക്കൾക്ക് അത് ബാധകമല്ല. നാറാണത്ത് ഭ്രാന്തനെ പോലെ അല്ലേ, മഹാത്മാക്കൾ അവധൂതന്മാരായി നടക്കുന്നവർക്ക് എന്ത് വിധിനിഷേധങ്ങൾ. ഭാഗവതത്തിൽ തന്നെ കണ്ടതായിട്ടുള്ള ജഡഭരതനെ പോലെയുള്ളവർക്ക് എന്ത് വിധിനിഷേധങ്ങൾ. ഋഷഭദേവൻ തന്നെ ആ അവധൂതചര്യയെ അനുഷ്ഠിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്ത് വിധിനിഷേധങ്ങൾ. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു മഹാത്മാവായിരുന്ന കാക്കശ്ശേരി ഭട്ടതിരിയെക്കുറിച്ച് അല്ലേ പറയാറുണ്ട്. ഉദ്ദണ്ഡ ശാസ്ത്രികളുമായിട്ടുണ്ടായിട്ടുള്ള ഒരു സംവാദ സമയത്ത്, ഒരു തർക്ക സമയത്ത് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലെ പണ്ഡിതന്മാരെയൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി വന്ന ഒരു പണ്ഡിതനാണ് ഉദ്ദണ്ഡ ശാസ്ത്രികൾ. അയാളുടെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് മഹാഗർവിഷ്ഠനായ പണ്ഡിതൻ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ കേരളത്തിൽ നേരിട്ടത് ഒരു നിസാരനായിട്ട് അറിയപ്പെട്ടിരുന്ന, ആരും വിലവയ്ക്കാത്ത ഒരു കാക്കശ്ശേരി ഭട്ടതിരി എന്ന് പറയുന്ന ഒരു രസികനായിരുന്നു, മഹാജ്ഞാനിയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഇവർ തമ്മിൽ സംവാദം നടക്കുന്ന സമയത്ത് എല്ലാത്തിലും ഈ കാക്കശ്ശേരി വിജയിച്ചുകൊണ്ടേയിരുന്നു. അവസാനം സന്ധ്യാവന്തന സമയമായപ്പോൾ ഉദ്ദണ്ഡ ശാസ്ത്രികൾ ആ ന്യായം പറഞ്ഞുകൊണ്ട് സന്ധ്യാവന്തനത്തിന് പോയി. അപ്പോൾ കാക്കശ്ശേരി ഭട്ടതിരി സന്ധ്യാവന്തനത്തിനൊന്നും പോയില്ല. അദ്ദേഹം അവിടെ തന്നെ കാത്തിരുന്നു. എന്തിനു വേണ്ടി? ഇയാൾ കഴിഞ്ഞു വന്ന് ഇയാളെ പരാജയപ്പെടുത്തി നാട് കടത്താൻ വേണ്ടിയിട്ട്, തൻ്റെ രാജ്യത്തിലെ പണ്ഡിതന്മാരുടെ മാനം രക്ഷിക്കാൻ വേണ്ടി, കേരളീയരായ പണ്ഡിതന്മാരുടെ മാനം രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ തന്നെ കാത്തിരുന്നു. സന്ധ്യാവന്തനത്തിനൊന്നും പോയില്ല. അപ്പോഴാണ് ഈ ഉദ്ദണ്ഡ ശാസ്ത്രികൾ തൻ്റെ സന്ധ്യാവന്തനം കഴിഞ്ഞു വന്ന് ഇദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്, ഇങ്ങനെ സന്ധ്യാവന്തനമൊന്നും ചെയ്യാത്ത ഒരു ബ്രാഹ്മണനോട് ഞാനെന്തിന് തർക്കിക്കണം, യാതൊരു വിധിനിഷേധങ്ങളൊന്നും പാലിക്കാത്ത ഇദ്ദേഹത്തോട് ഞാനെന്തിന് തർക്കിക്കണമെന്ന് ഒരു മുട്ടുന്യായം പറഞ്ഞതായിട്ടുള്ള സമയത്ത് കാക്കശ്ശേരി ഭട്ടതിരി പറയുന്നുണ്ട്, ആത്മസൂര്യൻ ഉള്ളിൽ പ്രകാശിച്ച് നിൽക്കുമ്പോൾ അവന് എന്ത് സന്ധ്യ അല്ലേ? ദിനരാത്രങ്ങളുണ്ടെങ്കിലല്ലേ എപ്പോഴും ഹൃദയത്തിൽ ആത്മസൂര്യൻ പ്രകാശിച്ചുകൊണ്ടേ നിൽക്കുന്നു. അവന് രാവും പകലുമില്ല, സന്ധ്യയുമില്ല. സന്ധ്യ ഉണ്ടെങ്കിലല്ലേ സന്ധ്യാവന്തനം. അപ്പോൾ ഉദയാസ്തമനങ്ങൾ ബാധിക്കുന്ന ആളുകൾക്കാണ് സന്ധ്യാവന്തനങ്ങൾ വിധിച്ചിട്ടുള്ളത്. തൻ്റെ ഉള്ളിൽ
ആത്മസ്വരൂപനായ സൂര്യനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹാത്മാവിന് സന്ധ്യാവന്ദനം ബാധകമല്ല. അതുപോലെയാണ് ജ്ഞാനികളെ സംബന്ധിച്ച് വിധി നിഷേധങ്ങൾ. അത് വേദത്തിൽ പറഞ്ഞതാണെങ്കിലും അതവിടെ ഇരിക്കട്ടെ. അതൊക്കെ അജ്ഞാനികൾക്കുള്ളതാണ് വിധി നിഷേധങ്ങൾ, ദേഹാഭിമാനികൾക്കുള്ളതാണ് വിധി നിഷേധങ്ങൾ. അവിടെ പറയുന്നുണ്ട് ദേഹഭൃതാം ഗിരഹ, ദേഹഭൃതാം ഗിരഹ, ദേഹഭൃത്തുക്കളുടെ വാക്കുകളാണ്. എന്നുവെച്ചാലോ ദേഹാഭിമാനികളെ അവരെ സംബന്ധിച്ച് ഉപദേശിക്കപ്പെട്ടതാണ്. അങ്ങനെയുള്ള പുരോഹിതന്മാർ സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളാണ്. ദേഹാഭിമാനികൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാണിതെല്ലാം. അന്ധപരമ്പരയാ സ്വീകരിച്ചതാണ്. അഥവാ അതിനതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട്. LKG UKG എന്ന് പറയും പോലെയുള്ള ആ പടികളാണ് അതെല്ലാം. അതിനെ അംഗീകരിക്കാം. പക്ഷെ അതൊന്നും ഉയർന്ന തലത്തിലെത്തിയവർക്ക് ബാധകമല്ല. അല്ലേ? മാത്തമാറ്റിക്സിൽ ഡോക്ടറേറ്റ് എടുത്തു കഴിഞ്ഞതായിട്ടുള്ള ഒരു മഹാമാത്തമാറ്റീഷ്യൻ, അദ്ദേഹം സന്ധ്യാവേളയിൽ ഗുണഘോഷ്ടം ചൊല്ലുന്നില്ല. അത് വലിയൊരു അപരാധമാണെന്ന് ആരെങ്കിലും പറയുമോ? കൊച്ചുകുട്ടികൾക്കുള്ളതാണ് സന്ധ്യാവേളകളിൽ അല്ലെങ്കിൽ ഒഴിവുള്ളപ്പോഴൊക്കെ ഈ ഗുണനപ്പട്ടികകൾ ഗുണഘോഷ്ടം ചൊല്ലി പഠിക്കുക. അതുപോലെയുള്ള സൂത്രവാക്യങ്ങളൊക്കെ ഉരുവിട്ട് പഠിക്കുന്നത് അറിവില്ലാത്ത കുട്ടികൾക്കുള്ളതാണ്. ഹോംവർക്കൊക്കെ കുട്ടികൾക്കുള്ളതാണ്, അത് പണ്ഡിതന്മാർക്കുള്ളതല്ല. അതുപോലെ ഇവിടെ ത്വദവഗമീ ഭവതുത്ത ശുഭാശുഭയോഹോ ഗുണവിഗുണാന്വയാന്ന വേത്തി തർഹി ദേഹഭൃതാം ഗിരഹ ന വേത്തി. അതൊക്കെ ദേഹഭൃത്തുക്കളുടെ വാക്കുകളാണ്, അവയെ അറിയുന്നില്ല. ന വേത്തി. അപ്പൊ ദേഹഭൃത്തുക്കൾക്ക് മാത്രം ബാധകമായിരിക്കുന്ന ഉപദേശങ്ങളാണ് വിധി നിഷേധങ്ങൾ വേദത്തിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഭഗവാനും ഗീതയിലൂടെ പറയില്ലേ, യാമിമാം പുഷ്പിതാംബാജം പ്രവദന്ത്യവിപശ്ചിതഃ വേദവാദരഥാഃ പാർത്ഥ നാന്യതസ്തീതി വാദിനഃ കാമാത്മാനസ്വർഗപരാഃ ജന്മകർമ്മ ഫലപ്രദാം ക്രിയാവിശേഷബഹുളാം ഭോഗൈശ്വര്യഗതിം പ്രതി ഭോഗൈശ്വര്യപ്രസക്താനാം തയാ ബഹൃതചേതസാം വ്യവസായാത്മിക ബുദ്ധിഃ സമാധൗ ന വിധീയത്തെ ത്രൈഗുണ്യവിഷയാ വേദാഃ നിസ്ത്രൈഗുണ്യോ ഭവാർജുന. വേദങ്ങളെല്ലാം ത്രൈഗുണ്യ വിഷയങ്ങളാണ്. അതിനതീതരാവുകയാണ്, ഗുണാതീതരാവുകയാണ് വേണ്ടത്. അതാണ് ലക്ഷ്യം. പക്ഷെ അതിന് ഗുണങ്ങളിലൂടെ കടന്നു വന്ന് വേണം ഗുണാതീതരാവാൻ എന്ന് മാത്രമേ ഉള്ളൂ. ഓരോരുത്തരും ഏത് ഗുണത്തിലിരിക്കുന്നുവോ ആ ഗുണത്തിനനുസരിച്ചിട്ടുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കുക. ഓരോരുത്തരെയും അധികാരിക്കനുസരിച്ച് വേദങ്ങളിൽ ഉപദേശങ്ങളുണ്ട്. താമസന്മാരായിട്ടുള്ളവർ എന്ത് കർമ്മങ്ങൾ ചെയ്യണം, രാജസന്മാർ എന്ത് ചെയ്യണം, സാത്വികന്മാർ എന്ത് ചെയ്യണം. എല്ലാവർക്കും ഒരേ കർമ്മങ്ങൾ അല്ല, എല്ലാവരുടെയും ഉപാസനാവിധികളും ഒരുപോലെയല്ല, എല്ലാവർക്കും കൊടുക്കേണ്ട അറിവും ഒരുപോലെയല്ല. ആത്യന്തികമായിട്ടുള്ള ജ്ഞാനം അത് ഒന്നു തന്നെയാണ്, പാരമാർത്ഥികമായിട്ടുള്ള ജ്ഞാനം. അതിലേക്കാണ് എല്ലാവരെയും കൊണ്ടുവരേണ്ടത്. പക്ഷെ അത് എല്ലാവർക്കും ദഹിക്കുകയില്ല. ആദ്യമേ കയറി അത്യന്തമൂഢന്മാരോട് പാരമാർത്ഥിക തത്വങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അവരതിനെ ചിലപ്പോൾ വിപരീതമായി ധരിച്ച് അവർക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിച്ച് അതുകൊണ്ട് എന്താ പറയുക, വഴിതെറ്റിപ്പോകുന്നവരായി തീരും. അതിനാണ് ചാന്തോക്യോപനിഷത്തിൽ വിരോചനൻ, നമ്മുടെ മഹാബലിയുടെ അച്ഛൻ, പ്രഹ്ലാദന്റെ പുത്രൻ, അസുര കുമാരനായിരിക്കുമ്പോൾ ബ്രഹ്മദേവന്റെ അടുത്ത് വിദ്യ അഭ്യസിക്കാൻ പോകുന്നതായിട്ടുള്ള സമയത്ത് ഇന്ദ്രനും അവിടെ ഒന്നിച്ചുണ്ടായിരുന്നു. ഇന്ദ്രനും വിരോചനനും ഒന്നിച്ച് ബ്രഹ്മദേവന്റെ അടുത്ത്
വിദ്യ അഭ്യസിക്കാൻ ചെല്ലുന്നു. രണ്ടുപേർക്കും ബ്രഹ്മദേവൻ ഒരേ ഉപദേശം കൊടുക്കുന്നു. അതിൽ ആദ്യത്തെ ഉപദേശം കൊണ്ട് തന്നെ വിരോചനൻ സ്വയം ഞാനെല്ലാം അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുകുലം വിട്ടുപോകുന്നു. എന്താ അറിഞ്ഞത്? ഈ ദേഹമാണ് ആത്മാ എന്നുള്ള അറിവ് നേടിയിട്ടാണ് അദ്ദേഹം തിരിച്ചു പോയത്. അപ്പോൾ ദേഹത്തിൽ ആത്മബോധത്തോടെ വിരോചനൻ സ്വീകരിച്ചു. ഇന്ദ്രന് മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആത്മാവിൻ്റെ തത്വം എന്താണെന്ന് വീണ്ടും അറിയാൻ പിന്നെയും ബ്രഹ്മാവിനെ സമീപിച്ചപ്പോൾ ഒരു 12,000 വർഷം തപസ് ചെയ്യാൻ പറഞ്ഞു. എന്നുവെച്ചാൽ ഒരു ചതുർയുഗമായില്ലേ, ഒരു ചതുർയുഗം തപസ് ചെയ്തിട്ട് വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഇന്ദ്രൻ ഒരു ചതുർയുഗം തപസ് ചെയ്ത് ചെന്നപ്പോൾ വീണ്ടും ഉപദേശിച്ചു. അപ്പോഴും അദ്ദേഹത്തിന് സംശയം ബാക്കിയുണ്ടായിരുന്നു. പിന്നെയും 12,000 വർഷം തപസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പലതവണ ആവർത്തിക്കുന്നു. അവസാനമാണ് ഇന്ദ്രന് കാര്യം ബോധ്യമായത് എന്ന് പറയുന്നൊരു ഉപാഖ്യാനമുണ്ട്, ഒരു കഥയുണ്ട്. അപ്പോൾ വിരോചനനെ പോലെയുള്ള ആളുകൾ തത്വമസി എന്ന മഹാവാക്യം കേൾക്കുന്നതോടുകൂടി ഈ ദേഹം അതാണ് ആത്മാ, അതാണ് ഈശ്വരൻ എന്ന് പറഞ്ഞുകൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന് ദേഹാഭിമാനത്തോടെ തിരിച്ചു പോകും. അപ്പോൾ അങ്ങനെയുള്ളവരോട് അത് ഉപദേശിക്കാറായിട്ടില്ല. അവർക്ക് കൊടുക്കേണ്ടത് വേറെ ചില മരുന്നുകളാണ് അല്ലേ. ഓരോരുത്തർക്കും ഓരോ ഡോസാണ്. ബാലന്മാരുടെ ഡോസല്ല, മുതിർന്നവർക്കുള്ള പ്രൗഢന്മാർക്കുള്ള ഡോസ്. ആൾക്കനുസരിച്ച് മരുന്ന് മാറ്റിക്കൊടുക്കണം. അതുപോലെ തന്നെയാണ് ഉപദേശങ്ങളും. അപ്പം എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറയാൻ പാടില്ല, പറഞ്ഞാൽ മനസ്സിലാവുകയും ഇല്ല. അതുകൊണ്ടാണ് പല കാര്യങ്ങളെയും ഇവിടെ വൈദിക സാഹിത്യത്തിൽ രഹസ്യം രഹസ്യം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ യോഗ്യതയുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ ദേഹഭൃതാംഗിരഹ നവേത്തി, ഈ ദേഹഭൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള വാക്കുകളാണ്, അവരുടെ വാക്കുകളാണ് ഈ പറഞ്ഞ കർമ്മകാണ്ഡങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വിധി നിഷേധങ്ങളെല്ലാം, പുണ്യപാപങ്ങളെല്ലാം അതിനെ സംബന്ധിച്ച് അവർക്ക് ബാധകം അല്ല. ഈ ജ്ഞാനികൾക്ക് അതൊന്നും ബാധകമല്ല. അവരതിനാൽ ബാധിക്കപ്പെടുന്നില്ല. അവർക്ക് യാതൊരു അജ്ഞാനവും ഇല്ല. യതഃ അനുയുഗം ഗീതപരമ്പരയാ മനുജൈഹി അന്വഹം ശ്രവണഭൃതഃ ത്വം തേഷാം അപവർഗഗതിഃ. അനുയുഗം ഗീതപരമ്പരയാ, അനുയുഗം ഓരോ യുഗം തോറുമുള്ളതായിട്ടുള്ള അങ്ങയുടെ അവതാര കഥകൾ ഗുരുശിഷ്യ പരമ്പരയാ ഗാനം ചെയ്യപ്പെടുന്നത് കേട്ടിട്ട്, ഉപദേശിക്കപ്പെടുന്നത് കേട്ടിട്ട്. അപ്പോൾ ഭഗവാന്റെ വിവിധങ്ങളായ അവതാര ലീലകളെ ഉപദേശിക്കുന്നത് കേട്ടുകൊണ്ട് മനുജൈഹി, മനുഷ്യരാൽ, അന്വഹം ശ്രവണഭൃതഃ ത്വം, അന്വഹം അഹം പ്രതി, ദിനം പ്രതി, നിത്യവും എപ്പോഴും, ശ്രവണഭൃതഃ ശ്രവണേന്ദ്രിയത്താൽ ധരിക്കപ്പെടുന്നവനായി, ഭരിക്കപ്പെടുന്നവനായ ത്വം. അപ്പോൾ ഭഗവാനെ ധരിക്കാനുള്ള, ഭഗവാനെ ഗ്രഹിക്കാനുള്ള നമ്മുടെ കയ്യിലുള്ള ഉപകരണം ഏതാണ്? ശ്രവണ ഇന്ദ്രിയമാണ്. ഭഗവാനെ പിടിക്കാനുള്ള വല അല്ലേ, വല വീശി പിടിക്കുക എന്ന് പറഞ്ഞതുപോലെ ഭഗവാനെ പിടിക്കാനുള്ള വല നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ ചെവിയാണ്. ആ ചെവിയിലൂടെയാണ് ഭഗവാൻ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അത് ശ്രവണ പരമ്പരയ, ഗീത പരമ്പരയ. ഗുരുക്കന്മാർ നമുക്ക് ഗാനം ചെയ്തു തരുന്നു. അങ്ങനെ പൂർവീകരിൽ നിന്ന് ഭഗവാന്റെ അവതാര ലീലകളെ മനുജന്മാരാൽ വേണ്ട പോലെ ധരിക്കപ്പെട്ടവനായ അങ്ങ് നിരന്തരം അങ്ങയുടെ കഥ കേട്ട് 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 ചെവിയിലൂടെ അങ്ങ് അവരുടെ ഉള്ളിൽ പ്രവേശിച്ച്
തേഷാം അപവർഗഗതി. അങ്ങനെയുള്ളവർക്ക് അങ്ങ് അപവർഗഗതിയായിത്തീരുന്നു. അപവർഗം, പവർഗങ്ങളില്ലാത്ത അവസ്ഥ അല്ലേ? പാപം, ബന്ധം, ഭയം, പാപം, ഫലം, ബന്ധം, ഭയം, മരണം, ഇങ്ങനെയുള്ള എന്നിങ്ങനെയുള്ള പഞ്ച പവർഗങ്ങൾ. ആ പവർഗങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ് അപവർഗം. മോക്ഷം. ഗതിഹി മോക്ഷസ്വരൂപമായിരിക്കുന്നു, മോക്ഷസാധനമായി, മോക്ഷഗതിയായി ഭവിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ കഥകൾ കേട്ട് കേട്ട് ഭഗവാനെ പ്രാപിക്കുന്നു, മോക്ഷത്തെ പ്രാപിക്കുന്നു. ആര്? കഥ കേൾക്കുന്നവരായിട്ടുള്ളവർ. മറ്റത് തത്വജ്ഞാനികളായിട്ടുള്ളവർ ഒരിക്കലും ഭഗവാനെ വിസ്മരിക്കുന്നുമില്ല. അവർക്ക് ഈ വേദപരമ്പരകൾ, വേദത്തിൽ പറഞ്ഞിരിക്കുന്ന വിധി നിഷേധങ്ങളൊന്നും ബാധിക്കുന്നില്ല, പുണ്യപാപങ്ങളൊന്നും അവരെ സ്പർശിക്കുന്നില്ല. തത്തുല്യമായ പദവി തന്നെയാണ് ഈ ഭക്തിയോഗത്തിലൂടെയും ഭക്തന്മാർ പ്രാപിക്കുന്നത്. അപ്പോൾ ഏതാണോ ജ്ഞാനികൾ ആ ജ്ഞാനമാർഗത്തിലൂടെ സാധിക്കുന്നത്, ഏതൊരു മോക്ഷമാണോ അതേ മോക്ഷം തന്നെ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതിലൂടെ ഭക്തന്മാരായിട്ടുള്ള ആളുകളും പ്രാപിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം അല്ലേ? ഏതാണോ സാഖ്യം കൊണ്ട് അഥവാ ജ്ഞാനം കൊണ്ട് പ്രാപിക്കുന്നത് അത് ഭക്തി കൊണ്ടും സാധിക്കുന്നു. ജ്ഞാനമാർഗത്തിലൂടെ പ്രാപിക്കുന്ന അതേ മോക്ഷം ഭക്തിമാർഗം കൊണ്ടും പ്രാപിക്കുന്നു എന്ന സാരമാണ് ഈ ശ്ലോകത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത്. അത് ഉള്ളിൽ ഉറപ്പിക്കുകയാണ് വേണ്ടത്. അതിനാണ് വളരെ വളച്ചു കെട്ടി കാര്യങ്ങളെയൊക്കെ പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചിന്തിപ്പിച്ചിട്ട് പറഞ്ഞത്. നമ്മളെ ചിന്തിപ്പിക്കുകയാണ് ഈ വളച്ചുകെട്ടലിലൂടെ. നേരെ കാര്യം പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കില്ല. കുറച്ച് അപ്പോൾ അങ്ങയുടെ തത്വം അറിയുന്നവർക്ക് പുണ്യ പാപ കർമ്മങ്ങൾ, വിധി നിഷേധങ്ങൾ ഒന്നും സ്പർശിക്കുന്നില്ല. അവരതിനെല്ലാം അതീതരായിരിക്കുന്നു. ആ വിധി നിഷേധങ്ങളെല്ലാം ദേഹാഭിമാനമുള്ളവർക്ക് ഉപദേശിച്ചവയാണ്. ഗുരുശിഷ്യ പരമ്പരയ അങ്ങനെ ഉപദേശിച്ച് അവരെ കർമ്മങ്ങൾ ചെയ്യിപ്പിച്ച് വിധി നിഷേധങ്ങളിലൂടെ പാകപ്പെടുത്തി കൊണ്ടുവരുന്നു. എന്നിട്ട് അവരിൽ സത്വഗുണം വളർത്തി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. പിന്നീടാണ് അവർ ജ്ഞാനം സമ്പാദിക്കുന്നത്. അപ്പോൾ ഇവിടെ ജ്ഞാനികളെ സംബന്ധിച്ച് വിധി നിഷേധങ്ങൾ ഇല്ല എന്ന് തന്നെ പറഞ്ഞു. അതുപോലെ ഭഗവാന്റെ അനുയുഗമുള്ളതായിട്ടുള്ള ഗീത പരമ്പര എന്ന് പറഞ്ഞാൽ അനേക കാലങ്ങളായി പുരാണങ്ങളിലൂടെ ഋഷീശ്വരന്മാർ ഗാനം ചെയ്തിട്ടുള്ള ഭഗവാന്റെ അവതാര ലീലകളെ ചെവിയിലൂടെ ധരിച്ച് ഭഗവാൻ തന്നെ അവർക്ക് മോക്ഷഗതിയായി, അപവർഗഗതിയായി മാറുന്നു, മോക്ഷത്തെ നൽകുന്നു. അതുകൊണ്ട് എന്നെയും, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ കഥകൾ നന്നായി ശ്രവിക്കാൻ ശ്രദ്ധയുള്ളവനും അതിലൂടെ എൻ്റെ കർമ്മവാസനകളെ ക്ഷയിപ്പിച്ച് മുക്തനാവാൻ വേണ്ടതായിട്ടുള്ള ജ്ഞാനത്തെ നൽകി അനുഗ്രഹിക്കണേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അതാണ് അതിൻ്റെ താല്പര്യം. തുടർന്ന് അടുത്ത ശ്ലോകം 41 ശ്ലോകം. ദ്യുപതയേവ തേ നയയുരന്തമനന്തതയാ ത്വമപി യദന്തരണ്ഡനിചയാനനുസാവരണാഃ കൈവരജാംസി വാന്തിവയസാ സഹയശ്രുതയഃ ത്വയി ഹി ഫലം ത്യതം നിരസനേന ഭവന്നിദനാഃ. ദ്യുപദയ ഏവ തേ നയയുരന്തമനന്തതയാ
ത്വമപി യദന്തരണ്ഡനിചയാ നനു സാവരണാഃ കൈവരജാംസി വാന്തി വയസാ സഹയശ്രുതയഃ ത്വയി ഫലന്ത്യതന്നിരസനേന ഭവന്മിദനാഃ. ഇവിടെ ഭഗവാന്റെ മഹിമ ഭഗവാന് പോലും പൂർണ്ണമായിട്ട് അറിയില്ല. അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതുണ്ടോ? എന്തുകൊണ്ട് ഭഗവാന് പോലും ഭഗവാന്റെ മഹിമ അറിയില്ല എന്ന് പറയാൻ എന്താ കാരണം? അയ്യേ, അപ്പൊ ഭഗവാൻ അറിവില്ലാത്തവനാവില്ലേ, അജ്ഞനാവില്ലേ? സർവജ്ഞൻ എന്ന പദം ഭഗവാന് ചേരുമോ എന്നൊക്കെയാണെങ്കിൽ അനന്തതയാ, അവിടെ ഒരു റീസൺ ഉണ്ട്. അനന്തതയാ ഭഗവാനെ സംബന്ധിച്ച് ഭഗവാന്റെ മഹിമ, ഭഗവാന്റെ ഗുണങ്ങൾ, ഭഗവാന്റെ വലിപ്പം, അത് ഏത് സഗുണമായാലും നിർഗുണമായാലും, സഗുണത്തിലും ഭഗവാന്റെ ഗുണങ്ങൾ അനന്തമാണ്. നിർഗുണമാണെങ്കിലും ഭഗവാനെ കുറിച്ച്, അനന്തനായ ഭഗവാനെ കുറിച്ച് എങ്ങനെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ഗ്രഹിക്കാൻ കഴിയും? അതുകൊണ്ട് ഭഗവാന്റെ സ്വരൂപം അനന്തമാണ്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. ബ്രഹ്മത്തെ വേദം പറഞ്ഞത് അനന്തം എന്ന് കൂടി പറഞ്ഞു. അത് സത്യമാണ്, അത് എല്ലാ കാലത്തും ഒരുപോലെ ഉള്ളതാണ്, അത് ചൈതന്യമാണ്, അഥവാ ബോധമാണ്, ജ്ഞാനസ്വരൂപമാണ്, അത് അനന്തവുമാണ്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. അപ്പൊ അതുകൊണ്ട് ദ്യുപദയ ഏവതേ ന യയുഹു അന്തം. ദ്യുപദയ എന്ന് പറഞ്ഞാൽ ദ്യോവിന്റെ പതികൾ. ദ്യു എന്നത് ദ്യോ, സ്വർഗം. സ്വർഗത്തിന്റെ പതികൾ എന്ന് പറഞ്ഞാൽ ആരാ? ദേവന്മാർ. പ്രകാശപൂർണമായ ലോകം ആണ് ദ്യോവ്. അവിടെ വിഹരിക്കുന്നവരാണ് അവിടുത്തെ അതിൻ്റെ പതികളായിരിക്കുന്ന ദേവന്മാർ. അപ്പൊ ദ്യുപദയ ഏവ, ആ സ്വർഗത്തിന്റെ പതികൾ പോലും തേ അന്തം നയയുഹു. തേ തവ, അങ്ങയുടെ അന്തം, അന്തത്തെ നയയുഹു നഗതാഹ, പ്രാപിച്ചിട്ടില്ല. അങ്ങയുടെ അന്തത്തെ പ്രാപിച്ചിട്ടില്ല, അവസാനത്തെ പ്രാപിച്ചിട്ടില്ല. അപ്പോൾ സഗുണനായ അങ്ങയുടെ അന്തത്തെയും നിർഗുണനായിട്ടുള്ള അങ്ങയുടെ അന്തത്തെയും ദേവന്മാർക്ക് പോലും ഇന്ന് വരെ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ത്വമപി അന്തം നയയുഹു. ത്വമപി എന്ന പ്രയോഗം അങ്ങ് പോലും, ഈവൻ യു, അല്ലേ, അങ്ങ് പോലും അങ്ങയെ വേണ്ട പോലെ അറിയുന്നില്ല. അഥവാ അങ്ങയുടെ അന്തത്തെ നയയുഹു, ഇത്ര മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ മഹിമയെ ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് അങ്ങയ്ക്കും സാധ്യമല്ല. കാരണം ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ പരിമിതനായി. ഈശ്വരൻ അഥവാ പരബ്രഹ്മം പരിമിതനായി. അങ്ങനെ പരിമിതനാവുന്നത് ഏറ്റവും വലിയ ദോഷമാണ്. അപ്പൊ പരിമിതിയില്ലാത്തവനാണ് എന്നുള്ള അറിവാണ് സർവജ്ഞത. അത് എണ്ണിയാൽ തീരാത്തതാണ്, എത്ര പറഞ്ഞാലും തീരാത്തതാണ് എന്ന് അറിയലാണ് അറിവ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു, അങ്ങേക്ക് പോലും അങ്ങയുടെ വലിപ്പം, അങ്ങയുടെ അനന്തതയെക്കുറിച്ച് പറഞ്ഞു തീർക്കാനാവില്ല എന്ന് താല്പര്യം. ഡിഫൈൻ ചെയ്യാൻ സാധ്യമല്ല. ഇപ്പം നമ്മൾക്ക് നമ്മളെക്കുറിച്ച് പറഞ്ഞു തീർക്കാൻ സാധിക്കുമോ? അല്പന്മാരായിട്ടുള്ള നമുക്ക്, അല്ലേ, നമ്മളോടൊക്കെ ആരെങ്കിലും നമ്മളുടെ പ്രൊഫൈൽ ചോദിച്ചു കഴിഞ്ഞാൽ
നമുക്ക് എന്താ പറയുക, എഴുതുന്നതിനും പറയുന്നതിനൊക്കെ പരിമിതി ഉള്ളത് കൊണ്ട്, അഥവാ ഒരു പേപ്പറിൽ കൊടുക്കണ്ടേ, അതിനുവേണ്ടി നമ്മൾ കുറയ്ക്കുകയാണ്. ഒരു സാമാന്യമായിട്ടുള്ള നമ്മുടെ യോഗ്യതകളെയൊക്കെ എടുത്ത് പറയുകയാണ്. ഏതൊക്കെ വിഷയത്തിലാണ് നമുക്ക് സമൂഹം അംഗീകാരം തന്നിട്ടുള്ളത്, നമുക്ക് ഓരോരോ അതോറിറ്റികളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുള്ളത്, ആ വിഷയങ്ങൾ മാത്രമേ എടുത്തു പറയാൻ നിവൃത്തിയുള്ളൂ. കാരണം അതിനെ ഒരു വാലിഡിറ്റി ഉള്ളൂ. ബാക്കി ഞാൻ എന്നെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തീർക്കാനൊന്നും സാധ്യമല്ല. എന്നെക്കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നാൽ കേൾക്കുന്നവർക്ക് ബോറടിക്കും, ഓടിപ്പോവും ആളുകൾ. അതുകൊണ്ട് എന്നെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ചുരുങ്ങിയ ചില വാക്കുകൾ മാത്രം ഉപയോഗിക്കുന്നു. എനിക്ക് തൃപ്തിയായിട്ടല്ല, ഞാൻ തൃപ്തനല്ല. നിങ്ങൾ സമയം തന്നാൽ ക്ഷമയോടുകൂടി കേൾക്കുകയാണെങ്കിൽ ഞാൻ എന്നെക്കുറിച്ച് വാതോരാതെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഇല്ലേ? അതാണ് ലോക സ്വഭാവം. അപ്പൊ അല്പന്മാരായിട്ടുള്ള ആളുകൾ പോലും അവർ പറയാറുണ്ട്, ഞാൻ ആരാണെന്ന് അറിയില്ല, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. അതെ, ഞാൻ ആരാണെന്ന് എനിക്കും അറിയില്ല. ഞാൻ ആരാണെന്ന് ഇന്ന് വരെ എനിക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല. അല്ലേ? നാളെ ഞാൻ ആരായിരിക്കും, നാളെ ഞാൻ എന്തെല്ലാം ആവും എന്നെനിക്കിന്ന് പറയാൻ പറ്റുമോ? ജ്യോതിഷ പണ്ഡിതന്മാർക്ക് പറയാൻ പറ്റുമോ? ഊഹാപോഹങ്ങൾ അല്ലേ? ഇന്നതൊക്കെ ചാൻസ് ഉണ്ട്, ഇന്ന യോഗമുണ്ട് നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മോഹിപ്പിക്കും. നിങ്ങൾക്ക് ഗജകേസരി യോഗമുണ്ട്, അല്ലെങ്കിൽ പല പല യോഗങ്ങൾ പറയും. രാജയോഗം, അല്ലെങ്കിൽ ചക്രവർത്തി യോഗം, അതിമാനുഷ യോഗം, കുറെ യോഗങ്ങളുടെ പേരും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതൊക്കെ അനുഭവിക്കാനുള്ള യോഗമുണ്ട് എന്ന് പറയല്ലാതെ കൃത്യമായിട്ട് നിങ്ങൾ ഇന്നിടത്തെത്തും, ഇന്നതൊക്കെ അനുഭവിക്കും എന്ന് പറയാൻ എത്ര വലിയ ജ്യോതിഷ പണ്ഡിതന്മാരും ധൈര്യം കാണിക്കില്ല. കാരണം അവരും എല്ലാം ഒരു ഊഹാപോഹത്തിൽ പറയുന്നതാണ്. അവർ ചില രീതിയിൽ അവരുടേതായിട്ടുള്ള ദർശനത്തിലൂടെ കാണുന്ന കുറേ കാര്യങ്ങൾ ഊഹിച്ച് പറയുകയാണ്. 4 ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചാൽ അവർ കുഴഞ്ഞു പോകും, അവർ വാക്ക് മാറ്റും. വളരെ നല്ല നിഷ്ഠയുള്ള ജ്ഞാനമുള്ള അത്രയും ഉറപ്പുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ജ്യോതിഷന്മാർ മാത്രമേ ഉറപ്പിച്ച് പറയുള്ളൂതാ ഞങ്ങൾ പറയുന്നു ഇന്നത് നിങ്ങൾക്ക് അനുഭവിക്കും എന്നുള്ളത്. അല്ലാതെ 4 ചോദ്യം ചോദിച്ചാൽ അവരുടെ കവടിയൊക്കെ മടക്കിയിട്ട് ഞങ്ങൾ പോകണമെന്ന് പറയും. അപ്പോൾ അല്പന്മാരായിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ തന്നെ നമുക്ക് അറിയുകയില്ല, പറഞ്ഞാൽ തീരില്ല. അപ്പൊ പിന്നെ അനന്ത കല്യാണ ഗുണമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് എപ്പോൾ ആര് പറഞ്ഞു തീർക്കാനാണ്? എത്ര സഹസ്രനാമങ്ങൾ പാടിയാലും തീരാൻ പോകുന്നതല്ല, അല്ലേ? വിഷ്ണു സഹസ്രനാമം, ശ്രീകൃഷ്ണ സഹസ്രനാമം, ശ്രീരാമ സഹസ്രനാമം, നരസിംഹ സഹസ്രനാമം, ഇങ്ങനെയൊക്കെ സഹസ്രനാമങ്ങൾ ഉണ്ട്. ഇനിയും ഉണ്ടാക്കാം. മഹാദേവനെ കുറിച്ച് അയുത സഹസ്രനാമം, അയുത നാമം, സഹസ്രനാമമല്ല, അയുത നാമാവലി, 10,000 നാമങ്ങളുടെ ഒരു സ്തോത്രമുണ്ട്. അപ്പൊ തീരാൻ പോകുന്നില്ല, ഇനിയും. അതുതന്നെയാണ് ഗർഗ മഹർഷിയും ശ്രീകൃഷ്ണ ഭഗവാനെ നാമകരണം ചെയ്യുമ്പോൾ പറഞ്ഞത്. ഇവന് മുമ്പും അനേക നാമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഇവൻ ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് ഇവന് നാമങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സഹസ്രനാമോവ അനന്തനാമോവ
അവൻ അനന്തനാമനാണ് എന്ന് പറയാം. അപ്പോൾ ഭഗവാന് പോലും ഭഗവാനെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയും എന്ന് പറയാൻ നിവൃത്തിയില്ല. അങ്ങനെ പറഞ്ഞാൽ പരിമിതനായി പോകും. അത് അംഗീകരിക്കാനാവില്ല. ഭഗവാൻ അനന്തനാണ്. ആ അനന്തതയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം. ആ അനന്തതയെക്കുറിച്ച് അനന്തനാണെന്നുള്ള അറിവാണ് സർവജ്ഞത. അപ്പോ ദ്യുപതയഃ ഏവതേ അന്തം നയയുഹു അനന്തതയാ ത്വം അഭി അന്തം നയയുഹു. അനന്തത ഹേതുവായിട്ട് അങ്ങും അങ്ങയുടെ അന്തത്തെ പ്രാപിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ശ്രുതികൾ എങ്ങനെ അന്തത്തെ പ്രാപിക്കും? ശ്രുതികൾ തന്നെ പറയണം. ശ്രുതികൾക്കും നിവൃത്തിയില്ല അന്തത്തെ പ്രാപിക്കാൻ. അതുകൊണ്ട് തന്നെ ശ്രുതി പറയുന്നതും യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. വാക്കും മനസ്സും ഏതൊന്നിൽ നിന്ന് നിവർത്തിക്കുന്നുവോ അപ്രാപ്യ, അതിനെ പ്രാപിക്കാതെ, അതിനെ പൂർത്തീകരിക്കാനാവാതെ, അത് തന്നെയാണ് നമ്മുടെ ശിവപുരാണത്തിൽ പറയുന്ന ഭഗവാന്റെ ആ ജ്യോതിർലിംഗം മഹാവിഷ്ണുവിൻ്റെയും ബ്രഹ്മദേവന്റെയും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ബ്രഹ്മദേവൻ ഹംസരൂപത്തിൽ ആകാശത്തിലേക്ക് പറന്ന് പോയി. വിഷ്ണു വരാഹരൂപത്തിൽ മണ്ണ് തുരന്ന് താഴേക്കും പോയി. രണ്ടു കൂട്ടരും ഭഗവാന്റെ അന്തം കണ്ടില്ല. ഒരാൾ വന്ന് നുണ പറഞ്ഞു, മറ്റൊരാൾ സത്യം പറഞ്ഞു. ഇതാണ് അല്ലേ ഭഗവാന്റെ കഥ. തിരുവണ്ണാമലയിലെ അരുണാചല ജ്യോതി കാർത്തിക നക്ഷത്രത്തിൽ കൊണ്ടാടുന്നത് ഈ ഒരു സ്മരണയെയാണ്. ഭഗവാൻ പ്രത്യക്ഷനായ, ജ്യോതിർലിംഗമായി പ്രത്യക്ഷമായ ആ ദിവസം. അപ്പോൾ ഭഗവാന്റെ ആദിയും അന്തവും വിഷ്ണുവോ ബ്രഹ്മാവോ കണ്ടില്ല, എത്താൻ കഴിഞ്ഞില്ല, നിസ്സഹായരായി മടങ്ങി. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ത്വം അഭി അന്തം നയയുഹു യദന്തരാ സാവരണാഃ അണ്ഡനിചയാഃ വയസാ ഖേരജാംസീവ സഹ വാന്തി. ഇവിടെ യദന്തരാ എന്ന് പറഞ്ഞാൽ ഏതൊന്നിന്റെ അന്തർഭാഗത്ത്, ഉള്ളിൽ അനന്തനായിരിക്കുന്ന അങ്ങയുടെ ഉള്ളിൽ അന്തർഭാഗത്ത് എന്ത് ചെയ്യുന്നു? സാവരണാഹ അണ്ഡനിചയാഹ. സാവരണാഹ ആവരണങ്ങളോടുകൂടിയതായ അണ്ഡനിചയാഹ ബ്രഹ്മാണ്ഡ സമൂഹങ്ങൾ, അണ്ഡങ്ങളുടെ നിചയങ്ങൾ, സമൂഹങ്ങൾ, അനേക കോടി ബ്രഹ്മാണ്ഡങ്ങൾ എന്നർത്ഥം. അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങൾ അങ്ങയുടെ ഉള്ളിൽ. അണ്ഡനിചയാഹ വയസാ ഖേ രജാംസീവ സഹ വാന്തി. വയസാ എന്ന് പറഞ്ഞാൽ കാലേന, കാലപ്രവാഹത്താൽ എന്നർത്ഥം. വയസ്സ് കാലമാണ്. അപ്പൊ കാലം കൊണ്ട്, കാലചക്രം ഹേതുവായിട്ട് ഖേ രജാംസീവ ആകാശത്തിലെ പൊടികൾ എന്ന പോലെ, ധൂളികൾ എന്ന പോലെ. ഈ ആകാശത്തില് എത്ര പൊടിപടലങ്ങളുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാനാകുമോ? എണ്ണിത്തീർക്കാൻ സാധിക്കുമോ? അല്ലെ, ഭൂമിയിലുള്ള മൺതരികളെ എണ്ണിത്തീർക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ അന്തരീക്ഷത്തില് വളരെ സൂക്ഷ്മമായി കറങ്ങി നടക്കുന്ന, കാറ്റത്ത് പാറി നടക്കുന്നതായിട്ടുള്ള പൊടിപടലങ്ങളെ കുറിച്ച് എങ്ങനെ എണ്ണിത്തീർക്കാനാണ്, എങ്ങനെ അറിയാനാണ്? അതുപോലെയാണ് അനന്തനായ ഭഗവാന്റെ ഉള്ളിൽ അന്തര അനേക കോടി ബ്രഹ്മാണ്ഡങ്ങൾ അതിൻ്റെ ആവരണങ്ങളോടുകൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വാന്തി എന്നുള്ളത് ബഹുവചന ശബ്ദമാണ്, വാതി എന്നുള്ളത് ഏകവചനം.
വാതി എന്ന് പറഞ്ഞാൽ കാറ്റ്, വാതമാണ് അല്ലേ? വാതി എന്നുള്ളത് കൊണ്ടാണ് വാതം, വായു എന്നൊക്കെ കാറ്റിന് പേര്. ചുറ്റിക്കൊണ്ടിരിക്കുന്നത്, ചുഴറ്റിക്കൊണ്ടിരിക്കുന്നത്, ചുറ്റി സഞ്ചരിക്കുന്നത് എന്നൊക്കെ അർത്ഥമാണ്. വാതം എന്ന് പറഞ്ഞാൽ ഭ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇനി മറ്റൊരു ഇതിൽ വാന്തി എന്ന് പറഞ്ഞാൽ ഛർദിക്കുന്നതിനെ വാന്തി എന്ന് പറയും അല്ലേ? വമിക്കുന്നതാണ്. വാന്തം, വാന്താശി എന്ന് പറഞ്ഞാൽ ഛർദിച്ചത് ഭക്ഷിക്കുന്നവനെയാണ് വാന്താശി എന്ന് പറയുക. വാന്തം, അശ്നാദീതി, വാന്താശി. ഇപ്പൊ എന്താ പറയുക, വാന്തി എടുക്കുക എന്ന് തമിഴിൽ പറയും ഛർദിക്കുന്നതിന്. എന്താണ്? ഒരു ചുഴറ്റലാണത്. അത് കാറ്റിന്റെ ദോഷം കൊണ്ടാണ് ഉണ്ടാവുന്നത്. വായു ദോഷം കൊണ്ടാണ് നമ്മുടെ ഛർദി ഉണ്ടാവുന്നത് അല്ലേ? അനുഭവമല്ലേ? നമ്മുടെ വാഹനങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നതായിട്ടുള്ള സമയത്ത് ഉള്ളില് ഗ്യാസ് കടന്നിങ്ങനെ ഉരുളാൻ തുടങ്ങും. നമുക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല, അസ്വസ്ഥത തുടങ്ങായി. ഉള്ളിലുള്ളതൊക്കെ കൂടി ഉരുണ്ട് വരണ്ട് വായിലൂടെ പുറത്തേക്ക് വരും. അപ്പോൾ ഒരു ചുഴറ്റി അടിക്കലാണത്. ഉള്ളിലുള്ള കാറ്റിന്റെ അഥവാ വായുവിന്റെ ശക്തി കൊണ്ടാണ് നമ്മൾ വമിക്കുന്നത് അഥവാ വാന്തിയെടുക്കുന്നത്. അത് വാതദോഷം തന്നെയാണ്. പറഞ്ഞു വന്നത് വാന്തി എന്ന് പറഞ്ഞാൽ ഇവിടെ കാറ്റ് വീശും പോലെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്ത്? ധൂളികൾ അല്ലേ? നമ്മൾ നല്ല വെയിലത്ത് ചിലപ്പോൾ കാണില്ല, നിഴലും വെയിലും കൂടി കലർന്നിരിക്കുമ്പോഴാണ് കാണുക. നമ്മുടെയൊക്കെ വീടുകളിൽ ഈ പണ്ട് ഓട്ടുവരെയുള്ള വീടുകളിൽ കണ്ണാടി ഓടുകൾ വെച്ചിരുന്നു അല്ലേ? ആ കണ്ണാടി ഓടിൻ്റെ കണ്ണാടിയിലൂടെ സൂര്യപ്രകാശം അകത്തേക്ക് വരുമ്പോഴാണ് അവിടെ മാത്രം ആ സൂര്യപ്രകാശം വരുന്ന ബീം, ആ ലൈറ്റ് ബീം വരുന്ന വഴിയിൽ മാത്രം നമുക്ക് അനന്തമായിട്ടുള്ള ഇങ്ങനെ ഈ പൊടിപടലങ്ങൾ ഇങ്ങനെ പറന്നു നടക്കുന്നത് കാണാം. അവിടെ മാത്രമേ ഉള്ളൂ എന്നാണോ? അവിടെ മാത്രമേ നമുക്ക് കാണാനുള്ള ഒരു സ്പെഷ്യൽ സാഹചര്യം ഉള്ളൂ. എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ഉള്ളത് കാണുന്നില്ല എന്ന് മാത്രം. ഈ ലൈറ്റ് ബീമാണ് അതിനെ പ്രകാശിപ്പിക്കുന്നത് അല്ലേ? നമ്മൾ ഇരുട്ടത്താണെങ്കിലും രാത്രി നേരത്ത് ടോർച്ചടിച്ചാലും കാണാം. ആ ടോർച്ചിന്റെ ബീമിന്റെ ഇടയിൽ ഈ ധൂളികൾ ഇങ്ങനെ കറങ്ങുന്നത്. അപ്പൊ എങ്ങനെയാണോ ആകാശത്ത് എപ്പോഴും ധൂളികൾ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്, ഇതുപോലെയാണ് അനന്തനായ അങ്ങയുടെ ഉള്ളിൽ, അളവില്ലാത്തവനായ അങ്ങയുടെ ഉള്ളിൽ അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ, അനേക ഗാലക്സികൾ, എത്രയോ സൂര്യനും ഭൂമിയും ചന്ദ്രനും നക്ഷത്രങ്ങളും. ഒരു സൂര്യനും ഒരു സൗരയൂഥവുമൊന്നുമല്ല, ഒരു ഗാലക്സിയല്ല, അനേക കോടി ഗാലക്സികൾ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു അന്തമില്ലാതെ. അതാണ് ഇവിടെ പറഞ്ഞത്. ആകാശത്ത് ധൂളികൾ എന്ന പോലെ, രജസ്സുകൾ എന്ന പോലെ അനേക അണ്ടനിചയങ്ങൾ അതിന്റെ ആവരണങ്ങളോടുകൂടി. സാവരണാഹ എന്ന് പറഞ്ഞാൽ ആവരണങ്ങൾ, 7 ആവരണങ്ങളാണ്. 7 ആവരണം ആണ് ഓരോ ബ്രഹ്മാണ്ടത്തിനും അല്ലേ? ഏറ്റവും സ്ഥൂലമായത് ഉള്ളിലുള്ള ബ്രഹ്മാണ്ടം, അതിനാണ് പൃഥ്വി തത്വമായിട്ടാണ് പറയുക. അതിന് ചുറ്റും ജലതത്വം, അതിനു ചുറ്റും അഗ്നി തന്മാത്രകൾ, അതിനു ചുറ്റും വായു തന്മാത്രകൾ, അതിനു ചുറ്റും ആകാശ തന്മാത്രകൾ, അതിനു ചുറ്റും അഹങ്കാര തന്മാത്രകൾ, അതിൻ്റെ ചുറ്റും മഹത്തത്വം. അപ്പോൾ അതാണ് 7 ആവരണങ്ങൾ അല്ലേ? പഞ്ചഭൂതങ്ങളും അഹങ്കാരവും മഹത്തത്വവുമാകുന്ന 7 ആവരണങ്ങൾ. ആ 7 ആവരണങ്ങളോടുകൂടിയതായിട്ടുള്ള അണ്ടസമൂഹങ്ങൾ, അണ്ടനിചയങ്ങൾ ആകാശത്തെ പൊടിപടലങ്ങളെപ്പോലെ അങ്ങയുടെ ഉള്ളിൽ ഒരുമിച്ച് ചുറ്റിക്കറങ്ങുന്നു. വാന്തി, സഹ വാന്തി.
നനു ഇത് ഒരു ആശ്ചര്യമാണ് എന്നത് യാതൊന്നോ അതഃ ശ്രുതയഃ ത്വയി ഫലന്തി. അതുകൊണ്ട് ശ്രുതികൾ, വേദങ്ങൾ അങ്ങയിൽ അടങ്ങുന്നു. ഫലന്തി എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നു. അങ്ങാകുന്ന ഫലത്തോടുകൂടി, അങ്ങാകുന്ന ലക്ഷ്യത്തോടുകൂടി അവസാനിക്കുന്നു, അങ്ങയിൽ ഒതുങ്ങുന്നു. ഫലിക്കുക എന്ന് പറഞ്ഞാൽ തകർന്ന് പോവുക എന്നും കൂടി അർത്ഥമുണ്ട്. പൊടിഞ്ഞു പോവുക. അപ്പൊ ഇവിടെ നിസ്സഹായമായി ആ ഭഗവത് തത്വത്തിലേക്ക് വിലയം പ്രാപിക്കുന്നു വേദങ്ങളും. വേദങ്ങളുടെ നിസ്സഹായ അവസ്ഥയാണ് ഇവിടെ ഫലന്തി എന്ന് പറയുന്നത്. ഭഗവാനിൽ പര്യവസാനിക്കുന്നു. അപ്പൊ വേദങ്ങൾക്ക് ഭഗവാനെ പൂർണ്ണമായി വ്യാഖ്യാനിക്കാന്, വിസ്തരിക്കാനൊന്നും ആവുകയില്ല. അങ്ങയുടെ മുമ്പിൽ വന്ന് അങ്ങയിലേക്ക് വിലയം പ്രാപിക്കുന്നു, ശരണം പ്രാപിക്കുന്നു. അങ്ങയിൽ ശരണാഗതിയാണ് വേദങ്ങൾ പോലും ചെയ്യുന്നത്. അവസാനിക്കുന്നു. ഹി അതന്നിരസനേന ഭവന്നിധനാഹ. ആ വേദങ്ങൾ എങ്ങനെയാണ് അങ്ങാകുന്ന നിധനത്തിൽ എത്തിച്ചേരുന്നത്? ഭവന്നിധനാഹ എന്ന് പറഞ്ഞാൽ ഭവാനാകുന്ന നിധനത്തോടുകൂടിയവയാണ് ശ്രുതികൾ. അങ്ങയാകുന്ന നിധനം, നിധനം എന്ന് പറഞ്ഞാൽ മരണം എന്നൊരർത്ഥം, സമാപ്തി എന്നർത്ഥം. അങ്ങയിൽ സമാപിക്കുന്നു, അങ്ങയിൽ പര്യവസാനിക്കുന്നു. അങ്ങാകുന്ന പര്യവസാനത്തോടുകൂടി അഥവാ അങ്ങാകുന്ന ലക്ഷ്യത്തോടുകൂടിയതാണ് വേദങ്ങൾ. വേദങ്ങൾ ഭഗവാനെ ലക്ഷീകരിക്കുന്നു, ലക്ഷ്യമാക്കി പറയുന്നു. എങ്ങനെ? ലക്ഷണങ്ങളിലൂടെ. അതാണ് ലക്ഷണവാക്യങ്ങളാണ്, സൂചിപ്പിച്ചു തരികയാണ്, ലക്ഷീകരിച്ചു തരികയാണ് ചെയ്യുന്നത്. എങ്ങനെ? അതന്നിരസനേന. അതന്നിരസനേന എന്ന് പറഞ്ഞാൽ തത് എന്ന് പറഞ്ഞാൽ അത്, ഉള്ളത്, ഉള്ളത് സത്യമായിരിക്കുന്നത് തത്. അതന്നിരസനം എന്ന് പറഞ്ഞാലോ സത്യമല്ലാത്തതിനെ നിരസിച്ചുകൊണ്ട്. നതത് 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 എന്ന് ബ്രഹ്മമല്ലാത്തതിനെ അഥവാ ഈശ്വരനല്ലാത്തതിനെ നിഷേധിച്ചുകൊണ്ട്, നേതി 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 എന്ന് തള്ളിക്കളഞ്ഞുകൊണ്ട്, അല്ലേ? അതാ അങ്ങനെയുള്ള പദങ്ങളാണ് ഉപനിഷത്തുകളിൽ ഏറ്റവും കൂടുതൽ. അശബ്ദം, അസ്പർശം, അരൂപം, അഗുണം അഥവാ നിർഗുണം, അല്ലെ? ഇങ്ങനെ പല പദങ്ങൾ നിഷേധിച്ചുകൊണ്ട് നതത് 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 എന്ന്, ഇതല്ല ഇതല്ല ഇതല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട തെറ്റിദ്ധരിക്കേണ്ട, ഇതാണ് ബ്രഹ്മമെന്ന് തെറ്റിദ്ധരിക്കേണ്ട. അന്നമയകോശമാണ് ആത്മാ എന്ന് തെറ്റിദ്ധരിക്കേണ്ട. പ്രാണമയമാണ് ആത്മാ എന്ന് തെറ്റിദ്ധരിക്കേണ്ട. മനോമയമാണ് ആത്മാ എന്ന് തെറ്റിദ്ധരിക്കേണ്ട. വിജ്ഞാനമയമാണ് ആത്മാ എന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇങ്ങനെ ഈ കോശങ്ങളെ, പഞ്ചകോശങ്ങളെ നിരസിച്ചുകൊണ്ടും ബാക്കി ഭൗതികമായതിനെ എല്ലാറ്റിനെയും നിരാകരിച്ചുകൊണ്ടും നേതി 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 എന്ന് വിചാരം ചെയ്യിപ്പിച്ച്, നിങ്ങൾ കാണുന്നതോ അറിയുന്നതോ ആയിട്ടുള്ളതൊന്നുമല്ല ബ്രഹ്മം, ഈശ്വരൻ. നിഷേധിച്ച് നിഷേധിച്ച് എല്ലാം നിഷേധിച്ച് കഴിയുമ്പോൾ എന്ത് ശേഷിക്കുന്നുവോ അതിനാണ് നിഷേധാവധി എന്ന് പറയും. നിഷേധത്തിന്റെ അവധി എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. തന്നിഷേധാവധി സാക്ഷി. എല്ലാം നിഷേധിച്ച് കഴിയുമ്പോൾ ഒരു സാക്ഷിയെ കണ്ടെത്താം. ആരാണോ എല്ലാറ്റിനെയും നിഷേധിക്കുന്നവൻ, ആ നിഷേധിക്കുന്നവനെയാണ് കാണേണ്ടത്.
ഇതല്ല 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 എന്ന് പറഞ്ഞ് ഉള്ളി തോലുകളയും പോലെ എല്ലാം തൊലിച്ച് 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 കളഞ്ഞാൽ അവസാനം ഞാൻ കാണുന്നത് ശൂന്യമാണ് എന്ന് പറയും. ബൗദ്ധന്മാരുടെ ഇടയിൽ ശൂന്യവാദികൾ എന്നൊരു കൂട്ടരുണ്ട്. അവർ അന്വേഷിച്ച് ഈ ജഗത്തിനെ മുഴുവൻ ഉള്ളി തൊലിക്കും പോലെ തൊലിച്ച് എല്ലാറ്റിനെയും നിഷേധിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും ശേഷിക്കുന്നില്ല. അതുകൊണ്ട് ഈ ജഗത്ത് ശൂന്യത്തിൽ നിന്നുണ്ടായതാണ്, ശൂന്യമാണ് പരമമായിട്ടുള്ള സത്യം എന്ന് ഇന്നത്തെ ഭൗതികവാദികൾ പറയും പോലെ, യുക്തിവാദികൾ എന്നൊക്കെ പറയും കൂട്ടർ പറയും പോലെ തന്നെ പണ്ടേ പറഞ്ഞവരാണ് ബൗദ്ധന്മാരുടെ ഇടയിലെ ശൂന്യവാദികൾ. അങ്ങനെയുള്ള ശൂന്യവാദികളോട് ശങ്കരാചാര്യ ചെന്ന് വാദിച്ചപ്പോൾ അവരിങ്ങനെയൊക്കെ വാദിച്ചു കഴിഞ്ഞപ്പോൾ അവസാനം ചിരിച്ചുകൊണ്ട് ശങ്കരാചാര്യർ ഒരു ചോദ്യം ചോദിച്ചു. ആ ശൂന്യത്തെ ആരാ കാണുന്നത്? ആ ശൂന്യത്തെയും പ്രകാശിപ്പിക്കുന്നത് ആരാ? അവിടെ എല്ലാം നിഷേധിച്ചു കഴിയുമ്പോൾ ശൂന്യമാണ് എന്ന് പറയുന്നതാരാ? അതിനെ സാക്ഷിയായി അറിയുന്നവനാരാ? അപ്പൊ ശൂന്യത്തെയും അറിയുന്ന ഒരു ബോധം ഉണ്ട്, ഒരു ജ്ഞാനം ഉണ്ട്, ഒരു ചൈതന്യമുണ്ട്. ആ അറിവിനെ നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല. അതാണ് എല്ലാം നിഷേധിച്ചു കഴിയുമ്പോൾ അവസാനം ശേഷിക്കുന്നത്. ഉപനിഷത്തുകള് ഈ നേതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിദം ഉപാസതേ കേനോപനിഷത്തിൽ പറയും. ചക്ഷുഷാന പശ്യതി ഏന ചക്ഷൂഗുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിദം ഉപാസതേ. ഏതൊന്ന് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലയോ, ഏതൊന്നുള്ളത് കൊണ്ട് കണ്ണുകൾ കാണുന്നുവോ, അതിനെയാണ് ബ്രഹ്മമെന്നറിയേണ്ടത്. ഏതൊന്നിനെ മനസ്സുകൊണ്ട് മനിക്കാൻ കഴിയില്ലയോ, ഏതൊന്ന് ഉള്ളത് കൊണ്ട് മനസ്സ് മനിക്കുന്നുവോ, മനസ്സിനെ മനിപ്പിക്കുന്ന ചൈതന്യമേതാണോ അതാണ് ബ്രഹ്മമെന്ന് അറിഞ്ഞാലും കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ്. അതിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെര വീണു വണങ്ങി ഓതിടേണം. ആ ഉള്ളിലേക്ക് ആ സാക്ഷിയെ ആണ് സാക്ഷാത്കരിക്കേണ്ടത്. ആ സാക്ഷിയാണ് അഹം, ആ സാക്ഷിയാണ് ബ്രഹ്മം, ആ ചൈതന്യമാണ് ബ്രഹ്മം എന്ന് എല്ലാറ്റിനെയും നിഷേധാവധിയായിരിക്കുന്ന വസ്തു. അതാണ് അതന്നിരസനേന ഭവന്നിധനാഹ. എല്ലാം അസത്തായിരിക്കുന്ന ഭൗതികമായിരിക്കുന്ന ഉണ്ടായ എല്ലാ ജഗത് വസ്തുക്കളെയും നിരാകരിച്ച് ആ ജഗത്തിന്റെ എല്ലാം ആധാരമായിരിക്കുന്ന പരമസത്യത്തെ, സത്യം പരം ധീമഹി, ആ പരമസത്യത്തിലേക്ക് തിരിയുക, അന്തർമുഖരാവുക. അതാണ് ഭവന്നിധനാഹ. എല്ലാം അങ്ങയിൽ സമാപിക്കുന്നു. ഏത്? വേദവാക്യങ്ങളെല്ലാം അങ്ങാകുന്ന നിധനത്തോടു കൂടിയതാകുന്നു. അങ്ങയിൽ അഭയം പ്രാപിക്കുന്നു, അങ്ങയിൽ വിലയം പ്രാപിക്കുന്നു, അങ്ങയെ തന്നെ ലക്ഷീകരിക്കുന്നു. അപ്പൊ അതന്നിരസനേനയാണ് വേദം. അത് ഇന്നതാണ് എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയില്ലെങ്കിലും അതല്ലാത്തതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ബാക്കി എന്ത് ശേഷിക്കുന്നുവോ എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിച്ച് ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് ഈ ശ്രുതികളുടെ ധർമ്മം. വേദങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് പ്രയത്നം ചെയ്യുന്നത്. വേദങ്ങൾക്ക് മാത്രമേ അപ്രകാരം നമ്മെ
ആ ഒരു പരമസത്യത്തിലേക്ക് എത്തിക്കാൻ കഴിയുകയും ഉള്ളൂ. അതുകൊണ്ട് ഈ വിഷയത്തിൽ, ആത്മവിഷയത്തിൽ അഥവാ ഈശ്വര വിഷയത്തിൽ വേദങ്ങൾ തന്നെയാണ് പരമപ്രമാണം. ഈ സത്യത്തെ നമുക്ക് വേണ്ട പോലെ അറിയിപ്പിച്ചു തരുന്നത് വേദങ്ങളാണ്. നമ്മൾ എവിടെയെങ്കിലും തെറ്റിദ്ധരിച്ച് വഴിയിൽ ഉടക്കിപ്പോകാതിരിക്കാൻ ശരിയായി നമ്മളെ ഗൈഡ് ചെയ്ത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് വേദങ്ങളാണ്. അതുകൊണ്ട് വേദങ്ങളെ പരമപ്രമാണമായി അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രുതിഗീത അവസാനിക്കുകയാണ്. സർവ വേദങ്ങളുടെയും വേദാന്തങ്ങളുടെയും സാരമാണ് ഇത്രയും ശ്ലോകങ്ങൾ. വലിയൊരു സമുദ്രം തരണം ചെയ്തതുപോലെ അല്ലേ? വലിയൊരു സമുദ്രത്തെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് നീന്തി കടക്കുകയാണ് നമ്മൾ. ഇനി അതിൻ്റെ ഉപസംഹാര ഭാഗത്തേക്ക് കടക്കുകയാണ്. ശ്രീ ഭഗവാനുവാച ഇത്യേതദ് ബ്രഹ്മണഃ പുത്രാഃ ആശ്രുത്യാത്മാനുശാസനം സനന്ദനം അധാനർച്ചുഃ സിദ്ധാജ്ഞാത്വാത്മനോ ഗതിം. ശ്രീ ഭഗവാനുവാച ഇത്യേതദ് ബ്രഹ്മണഃ പുത്രാഃ ആശ്രുത്യാത്മാനുശാസനം സനന്ദനമധാനർച്ചുഃ സിദ്ധാജ്ഞാത്വാത്മനോ ഗതിം. ഇവിടെ ശ്രീ ഭഗവാനുവാച എന്ന് പറയുന്നത് ആരാ? അവിടുത്തെ ഭഗവാൻ നാരായണമൂർത്തി. നരനാരായണന്മാരിൽ നാരായണ ഋഷി, ഭഗവാന്റെ തന്നെ അവതാര മൂർത്തിയായ നാരായണനാണ് ഇവിടുത്തെ ശ്രീ ഭഗവാനുവാച. അപ്പൊ നാരായണ ഋഷിരുവാച ഇതി ഏതത് ബ്രഹ്മണഃ പുത്രാഃ ആശ്രുത്യ ആത്മാനുശാസനം. അപ്പൊ ഇത് ഇപ്രകാരം, ഇത്രയും നേരം പറഞ്ഞ പ്രകാരത്തിൽ ബ്രഹ്മണഃ പുത്രാഃ, ആ ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരായ സനകാദികൾ ആത്മാനുശാസനം ഏതത് ആശ്രുത്യ, ആത്മാവിനെ കുറിച്ചിട്ടുള്ള അനുശാസനത്തെ, വേദങ്ങളിൽ ഉപനിഷത്തുക്കളിൽ പറഞ്ഞിരിക്കുന്ന അനുശാസനത്തെ ഉപശ്രുത്യ, ആശ്രുത്യ, നന്നായി കേട്ടിട്ട്, ആസമന്താത് ശ്രവണം കൃത്വ, ആശ്രുത്യ, നന്നായി കേട്ടിട്ട്, സിദ്ധാഹ, നേടേണ്ടത് നേടിയവരായിട്ട്, സിദ്ധിയെ പ്രാപിച്ചവരായിട്ട്, എന്ന് വെച്ചാൽ അതിന്റെ പ്രയോജനം സിദ്ധിച്ചവരായിട്ട്, ആത്മനഃ ഗതിം ജ്ഞാത്വ, ആത്മാവിന്റെ തത്വത്തെ അറിഞ്ഞിട്ട്, ആത്മസ്വരൂപത്തെക്കുറിച്ച് അറിഞ്ഞിട്ട്, സനന്ദനം അധ ആനർച്ചുഹു, അധ അനന്തരം സനന്ദനം ആനർച്ചുഹു, സനന്ദനനെ അർച്ചിച്ചു, പൂജിച്ചു. സനന്ദനനാരാ? സനകാദികളിൽ ഇപ്പൊ ഈ ശ്രുതിഗീത മുഴുവൻ പറഞ്ഞു കൊടുത്ത ആള്. അപ്പൊ 4 പേരില് ഒരാൾ തന്നെയാണ് സനന്ദനൻ. ആ സനന്ദന ഋഷിയാണ് മറ്റുള്ള സനക, സനാതന, സനൽകുമാരന്മാരായ ബ്രഹ്മപുത്രന്മാർക്ക് ഈ ശ്രുതിഗീതയെ ഉപദേശിച്ചത്. അപ്പോ ഗുരുതുല്യനായി സഹോദരനെ കണ്ടുകൊണ്ട് മറ്റു 3 പേരും നമസ്കരിച്ചു അഥവാ ബഹുമാനിച്ചു, ആദരിച്ചു എന്നൊക്കെ അർത്ഥമാണ് ആനർച്ചു. അപ്പൊ സനന്ദന ഋഷി ഈ തത്വം, ഈ ശ്രുതിഗീതയെ തന്റെ സഹോദരന്മാർ തന്നെയായ സനകാദികൾക്ക് ഉപദേശിച്ചു. സനകാദികൾ ധന്യതയെ, കൃതജ്ഞതയെ ആ ഗുരുതുല്യനായ സഹോദരന്റെ മുമ്പിൽ പ്രകടിപ്പിച്ചു. ഇത്യേതദ് ബ്രഹ്മണഃ പുത്രാഃ ആശ്രുത്യാത്മാനുശാസനം സനന്ദനം അത ആനർച്ചുഃ സിദ്ധാഃ ജ്ഞാത്വാ ആത്മനോ ഗതിം. ഇത്യശേഷ സമാംബുനായ പുരാണോപനിഷദ്രസഃ സമുദ്രതഃ പൂർവജാതൈഃ വ്യോമയാനൈർമഹാത്മഭിഃ. ഇത്യശേഷ സമാംബുനായ പുരാണോപനിഷദ്രസഃ സമുദ്രതഃ പൂർവജാതൈഃ വ്യോമയാനൈർമഹാത്മഭിഃ.
ഇതി ഇപ്രകാരം അശേഷ സമാമ്നായ പുരാണ ഉപനിഷത് രസഃ. അശേഷ സമാമ്നായം എന്ന് പറഞ്ഞാൽ മുഴുവൻ വേദങ്ങളുടെയും, ആംനായം എന്നാൽ വേദങ്ങൾ, സമാംനായം നല്ല സമ്യക്കായ ആംനായങ്ങൾ, അശേഷം ഒന്നും ബാക്കി വയ്ക്കാതെ അവ മുഴുവൻ വേദങ്ങളുടെയും പുരാണങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും എല്ലാം രസം. പുരാണ ഉപനിഷത് രസഃ വ്യോമയാനൈഃ മഹാത്മഭിഃ പൂർവജാതൈഃ സമുദ്രുതഃ. വ്യോമയാനന്മാരാണ്. വ്യോമയാനം എന്ന് പറഞ്ഞാൽ വ്യോമത്തിലൂടെ, അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്നവർ, ആകാശമാർഗേണ സഞ്ചരിക്കുന്നവരാണ് ഈ സനകാദികൾ. വ്യോമയാനന്മാരായ മഹാത്മഭിഹി, മഹത്തായ ആത്മാവോടുകൂടിയവർ, അന്ധകരണത്തോടു കൂടിയവർ, വിശാലമായ മനസ്സും ബുദ്ധിയുമുള്ളവർ, അങ്ങനെയുള്ളവരായ പൂർവജാതൈഹി സമുദ്രിത. ഇവിടെ നാരദനോട് നാരായണ ഋഷി പറയണം, പൂർവജാതൈഹി തവ പൂർവജാതൈഹി, അസ്മാകം പൂർവജാതൈഹി, നമ്മുടെയൊക്കെ പൂർവജാതന്മാരായ, നമ്മുടെയൊക്കെ ജ്യേഷ്ഠന്മാരായ, ബ്രഹ്മദേവന്റെ ആദ്യ മാനസപുത്രന്മാരായ സനകാദികളാൽ സമുദ്രിതഃ, സമുദ്രിതഃ സമ്യക് ഉദ്ധൃതഃ, ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു, ഉദ്ധരിക്കപ്പെട്ടു, എടുത്ത് കോട്ട് ചെയ്യപ്പെട്ടു എന്നൊക്കെ അർത്ഥം. വേദങ്ങളുടെ എല്ലാം സാരത്തെ എടുത്ത് ഉദ്ധരിച്ചു, പൊക്കിപ്പിടിച്ചു എന്നാണ്. പൊക്കിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെയെല്ലാം ഹൈലൈറ്റ് ചെയ്തു എന്നർത്ഥം. പ്രകാശിപ്പിച്ചു, നന്നായി എടുത്ത് പൊങ്ങിച്ച് പ്രകാശിപ്പിച്ചു. ഇതെല്ലാം നിങ്ങളെല്ലാവരും അറിയേണ്ടതാണ് എന്ന് വേദങ്ങളുടെ, പുരാണങ്ങളുടെ, ഉപനിഷത്തുക്കളുടെ എല്ലാം സാരത്തെ ഉദ്ധരിച്ചു. അതാണ് ശ്രുതിഗീത. ശ്രുതിഗീത സാരം എന്ന് പറഞ്ഞാൽ വേദങ്ങളുടെയും പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും എല്ലാം സാരമാണ്. ത്വം ചൈതദ് ബ്രഹ്മദായാദ ശ്രദ്ധയാത്മാനുശാസനം ധാരയൻ സരഗാം കാമം കാമാനാം ഭർജനം നൃണാം. ത്വം ചൈതദ് ബ്രഹ്മദായാദ ശ്രദ്ധയാത്മാനുശാസനം ധാരയൻ സരഗാം കാമം കാമാനാം ഭർജനം നൃണാം. ഇവിടെ നാരായണ ഋഷി നാരദനെ സംബോധന ചെയ്യുന്നതാണ് ബ്രഹ്മദായാദ. ബ്രഹ്മദേവന്റെ ദായാദ. ദായാദൻ എന്നാൽ അവകാശി എന്നാണ്, പുത്രൻ എന്ന അർത്ഥം. ദായം അത്തീതി ദായാദ, അച്ഛന്റെയും അമ്മയുടെയും സ്വത്ത് അനുഭവിക്കുന്നവൻ, അതിന്റെ അംശം അനുഭവിക്കുന്നവൻ, ദായം അനുഭവിക്കുന്നവൻ ദായാദൻ. അപ്പൊ ബ്രഹ്മാവിന്റെ പുത്ര, ബ്രഹ്മപുത്ര. ത്വം ച നൃണാം കാമാനാം ഭർജനമേതത് ആത്മാനുശാസനം ശ്രദ്ധയാ ധാരയൻ. അല്ലയോ നാരദ, നീയും ബ്രഹ്മപുത്രനായ നീയും നൃണാം കാമാനാം ഭർജനം, മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള കാമങ്ങളെ മുഴുവൻ വറുത്തെടുക്കുന്നത്. ഭർജിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ വേവിക്കുക, വറുക്കുക, വറുത്തെടുക്കലാണ് ഭർജിക്കൽ. അപ്പൊ കാമത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുക, കാമം മുളയ്ക്കാതെ ആക്കലാണ് ഭർജിക്കുക എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഹൃദയത്തിൽ ഇനി കാമങ്ങൾ മുളയ്ക്കാതാക്കുന്ന രീതിയിൽ ഉള്ളതായിട്ടുള്ള ഏതദാത്മാനുശാസനം, ഈ പരമസത്യത്തെക്കുറിച്ചിട്ടുള്ള ഉപദേശം, ആത്മാവിനെ കുറിച്ചിട്ടുള്ള ഉപദേശം ശ്രദ്ധയാധാരയന്, വളരെ ശ്രദ്ധയോടെ ഇതെല്ലാം സത്യമാണ് എന്നുള്ള ബുദ്ധിയോടെ ഉള്ളിൽ ധരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് കാമം ഗാം ചര, യഥേഷ്ടം ഭൂമിയിൽ സഞ്ചരിച്ചാലും ഇഷ്ടം പോലെ സഞ്ചരിച്ചോളൂ, ഈ അറിവ് ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട്. അല്ലേ? ഭഗവാൻ ചതുശ്ലോകി ഭാഗവതത്തിലൂടെയും ബ്രഹ്മദേവനോട് ഇത് തന്നെ പറഞ്ഞത്. 4 ശ്ലോകങ്ങളിലൂടെ ഉപദേശം കൊടുത്തിട്ട് ഏതൻ മതം സമാധിഷ്ഠ പരമേണ സമാധിന, അങ്ങ് എപ്പോഴും ഞാൻ തന്നതായിട്ടുള്ള ഈ അറിവിനെ ഉറച്ചുകൊണ്ട് എപ്പോഴും ബുദ്ധിയിൽ ഉറപ്പിക്കും. എന്നാൽ ഭവാൻ കൽപ്പവികൽപ്പേഷു ന വിമുഹ്യതി കർഹിച്ചിത്,
കൽപ്പത്തിലും വികൽപ്പത്തിലും അഥവാ സൃഷ്ടിയിലും പ്രളയത്തിലും പരിണാമത്തിലും ഒന്നിലും ന വിമുഹ്യതി കർഹിച്ചിട്ട് ഒരിക്കലും അങ്ങ് മോഹിക്കുകയില്ല. അങ്ങേക്ക് പരമസത്യത്തെ കണ്ടുകൊണ്ടേയിരിക്കാം. അല്ലേ? കയറിനെ കയറാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പാമ്പിൽ നിന്നുള്ള ഭയം കൊണ്ട് അസ്വസ്ഥനാകുന്നില്ല, ഭയപ്പെട്ട് ഓടുന്നില്ല, വീണ് പരിക്കേൽക്കുന്നില്ല. അയാൾക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ കാണുന്നത് കയറാണ്. അയാളുടെ ഉള്ളിൽ നല്ല വെളിച്ചമുണ്ട്. ശുക്തികയെ ശുക്തികയായി കാണുന്ന ഒരാൾക്ക് അതിൽ രജത ബുദ്ധി ഒരിക്കലും ഉണ്ടാവുന്നില്ല. സ്തംഭത്തെ സ്തംഭമായി കാണുന്ന ഒരാൾക്ക് അതിൽ ഭൂതം, പ്രേതം എന്നൊക്കെ ഉള്ളതായിട്ടുള്ള, അല്ലേ, പോസ്റ്റായിട്ട് കാണുന്ന ഒരാൾക്ക് ഗോസ്റ്റ് കാണാൻ കഴിയില്ല. അതുപോലെ പരമസത്യത്തെ ദർശിക്കുന്നവർക്ക്, എപ്പോഴും വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ നാമരൂപാത്മകമായ ഈ ജഗത്തിൽ ഭ്രമം ഉണ്ടാവുകയില്ല. അവരുടെ ഉള്ളിൽ കാമങ്ങൾ മുളയ്ക്കുകയില്ല. അവർ എന്നും ശാന്തിയെ ഭജിക്കുന്നു. അതുകൊണ്ട് അല്ലയോ നാരദ, അങ്ങും അപ്രകാരം സഞ്ചരിച്ചാലും സർവവിഷയങ്ങളിൽ നിന്നും മുക്തനായി ലോകത്തെ അനുഗ്രഹിച്ചുകൊണ്ട് സഞ്ചരിച്ചാലും എന്ന് താല്പര്യം. അത് കഴിഞ്ഞ് നാരദ മഹർഷി എന്ത് ചെയ്തു? നേരെ വ്യാസന്റെ ആശ്രമത്തിലേക്ക് പോയി. ശ്രീ സുഖബ്രഹ്മർഷി പറയണം, എൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാ പോയത്. എന്നിട്ട് അച്ഛന് ഇതെല്ലാം ഉപദേശിച്ചു കൊടുത്തു. അച്ഛൻ അതിനെയാണ് വീണ്ടും മനനം ചെയ്ത് ഭാഗവത രൂപത്തിൽ വിശദമാക്കി നമുക്കെല്ലാം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ആശയം നാളെ നമുക്ക് രാവിലെ കാണാം. ബാക്കിയുള്ളത് കൺക്ലൂഡ് ചെയ്യാം നാളെ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാളെ നോക്കാം. എല്ലാവർക്കും ശുഭരാത്രി.